നമ്മൾ ഈ ഗ്യാങ് സസ്പെൻഷൻ എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങി വെച്ചില്ലേ അണ്ണാ? ഇപ്പൊ ഒട്ടുമിക്ക നാല് ഗ്യാങ് സസ്പെൻഷൻ. നാല് ഗ്യാങ് സസ്പെൻഷൻ നമ്മൾ തുടങ്ങിയ ട്രെൻഡ് അണ്ണാ. നമുക്കിത് കൊള്ളാം കേട്ടോ. എന്താ അന്തസ്സോടാ പറയുന്നത് നോക്കി, എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ. ജ്യൂസ് കുടിച്ചാടാ കണ്ണാ? ഇല്ല ഇല്ല, ഇന്ന് കുടിച്ചില്ല. ഞാൻ കമന്റ് ഒന്ന് എടുത്താണ്, ഒരു സെക്കൻഡ് നിങ്ങക്ക് സൗണ്ട് കേൾക്കാം. ഈ നമുക്ക് ഇത് വേറെ പ്രശ്നം നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് ഫുൾ ടൈം പെമ്പിള്ളാർ പറയും. അതൊന്നും നോക്കണം. അതൊന്നും നോക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഉണ്ടല്ലോ അണ്ണാ, അത് വന്നു കഴിഞ്ഞാൽ ഒരു കൊല തന്നെ പിടിക്കും. മനസ്സിലായോ? പറയൂ നിന്റെ ദേവസ്ഥാനയുടെ അണ്ണ ഇതൊന്ന് കേൾക്കണം. അണ്ണൻ ദേവസേനയുടെ അണ്ണൻ ദേവസേനെ അറിയോ? കഥ കേക്കട്ടെ. അതെനിക്കറിയാം. അണ്ണ ബാഹുബലി നല്ലതായിട്ട് ജീവിച്ചോണ്ട് ആളാണ്. അടുത്ത ആഴ്ച രാജാവാൻ പോയിരുന്നേ. അപ്പം ഈ ഇവിടെ മറ്റേ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തല്ലേ, മറ്റേ അവിടെ കൊട്ടാരത്തില് സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടും പുള്ളിയെ. എന്തിന്? അല്ല, പുള്ളി മറ്റേ ഇങ്ങനെ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓരോ രാജ്യങ്ങളിൽ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രാജമാത സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ അബദ്ധം വെച്ചാ ദേവസേനെ കണ്ടുമുട്ടും. ബാഹുബലിയുടെ മനസ്സിൽ ദേവസേന കയറി. അതിനുശേഷം ബാഹുബലിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായതാണ് അടുത്ത ആഴ്ച രാജാവായ പോലെ സ്ഥാനം കൊട്ടാരത്തിൽ ഇറക്കിയിട്ട് അമ്മ തള്ളി പറഞ്ഞ് മാമൻ കൊന്നും കളഞ്ഞു. അപ്പൊ പെണ്ണ് വന്നതിന് ശേഷം ഇതൊക്കെയാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത്. മാമൻ കൊന്നും കളഞ്ഞ മാമൻ കൊന്നു കളഞ്ഞ അമ്മ തള്ളി പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ട്. പിന്നെ വേറെ പിന്നെ അത് അവളുടെ രാജ്യവും മുടിഞ്ഞു, അവളുടെ അച്ഛനും മുടിഞ്ഞു. ആണല്ലേ? അത് ശരിയാ. അതുകൊണ്ട് പെണ്ണ് വേണ്ട. എന്നോടാണ് നിങ്ങൾ പറയണേ. ഇപ്പൊ എന്റെ ചാറ്റിൽ ആൾക്കാർ പറയണ എന്താന്നറിയോ? കണ്ണനല്ല പെണ്ണെന്ന്. ഇപ്പൊ അങ്ങനെയാണ് നിന്നെ കണ്ട ആൾക്കാരെ വിളിക്കുന്നത്. പണ്ട് നിന്നെ കണ്ണാണ് വിളിച്ചത്, പെണ്ണാണ് വിളിക്കുന്നത്. ഇപ്പൊ പെണ്ണാച്ചി. ഇവിടെ ചില സുന്ദരികളൊക്കെ ഉണ്ടോ? ചുട്ടുപണി ഒന്നും അറിയണടാ, ചുട്ടുപണി ഒന്നും അറിയണടാ. എന്താണോ ചൂടാവുന്നേ? പിന്നെ നീ ഉണ്ടല്ലേ പെണ്ണുങ്ങളെ പറ്റി സംസാരിക്കാൻ മാറിയിരിക്കണേ ഇല്ലാത്തോണ്ടാണോ? തിരിച്ചടിക്കുന്നതിന് മുമ്പ് സമ്മതിച്ചേക്കാം. ഓ, എനിക്ക് പെണ്ണില്ലായിട്ട് ഞാൻ ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്നില്ലേ അപ്പാപ്പാ? പക്ഷെ ഒരു വിഷമൊക്കെ എനിക്ക് അങ്ങനെ വിഷമൊന്നുമില്ല. ഇതെനിക്കെല്ലാം തിരിച്ചു കിട്ടും, ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ്. പിന്നെ എനിക്കും അപ്പാപ്പ, ഞാൻ അപ്പാപ്പയോട് പറഞ്ഞില്ലേ, അപ്പാപ്പ 2 ദിവസം ലേറ്റ് നൈറ്റ് വന്നാൽ നമുക്ക് സെറ്റ് ആവും. നമ്മൾ ലേറ്റ് നൈറ്റ് വരാത്തോണ്ട് സത്യം. വാസുവിനൊക്കെ വന്ന ഒന്നല്ല 10 പറയുന്നത്. പിന്നല്ലാതെ മനസ്സിലായോ? എടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് വാസുമോൻ ഈ ഒരു വലിയ ത്യാഗം ചെയ്യുന്നത്, അറിയാമോ? അതൊക്കെ ഇവിടെ സാബ് ഗുരുവിന്റെ വീടെന്നാ രജിസ്ട്രേഷൻ. എന്താ രജിസ്ട്രേഷൻ? അങ്ങേരുടെ നാട്ടിലുള്ള വീട് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചില്ലേ? ഏത് വീട്? അങ്ങേർക്ക് നിങ്ങൾ ഇൻഗെയിമിൽ 100,000 കോടി കൊടുക്കാന്ന് പറഞ്ഞ് നമ്മളിതൊക്കെ വെളിയിൽ അറിയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും വാഗ്ദാനം മാത്രം. 20 ലക്ഷത്തിന്റെ അക്കൗണ്ട് വിട്ടു നമ്മുടെ ഷെയ്ക്ക്. 20 ലക്ഷം രൂപ അക്കൗണ്ട് വിറ്റാ? പിന്നെ അല്ലാണ്ട് അപ്പാപ്പന് കൊടുത്തത്. എല്ലാരും പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും കേട്ടാ. അവര് ചാകരാ. ഇങ്ങനെയുള്ളവരാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, മനസ്സിലായി? നീയൊക്കെ ബക്കറ്റ് വിരിച്ച് കൊറേ നേടുന്നില്ലേ? തെണ്ടൽ ഇപ്പോഴും ഉണ്ടോ നിനക്ക്? റവന്യൂ കുറവാണോടാ? ആരെങ്കിലൊക്കെ 5 10 ഇട്ട് തന്നെ. അണ്ണനൊക്കെ ഒരു ചുമപ്പ് എത്തിച്ച കാലം തന്നെ മറന്നു. അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കും നല്ലത്. നാളെ 12 മണിക്ക് അങ്ങ് വരണേണ്ണ. നാളെ അവന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് റിവീൽ ചെയ്തായിരുന്നോ? ഇല്ല റിവീൽ ചെയ്തില്ല. ലൈവിലൊക്കെ റിവീൽ ചെയ്യട്ടെ.
ഇനി ഒരു രണ്ട് കാര്യം ഞാൻ പറയാം കേട്ടോ. ആദ്യത്തെ കാര്യം ഇത് കേട്ടോളാം, നിങ്ങൾ കേട്ടോളാം. ഇച്ചിരി മാസായിട്ട് മാസമായിട്ട് പറയാം. ബോബോയ്ക്ക് ഓസ്റ്റിയാണ് കൈസ്, എല്ലാവരും ഓസ്റ്റിയാണ്. ബോബോയ്ക്ക് ഒരു താറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയില് ബോബോ എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നമുക്ക് വാഗമണ് ഒരു ട്രിപ്പ് പോവാന്ന്. വാഗമണ് വന്നിട്ട് നമ്മൾ ജോക്കർ ബ്രോയും എല്ലാവരുമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഇവൻ മദ്യം പോലെ എന്തോ ഒന്ന് എനിക്ക് കലക്കി തന്നു. ഞാനാണെങ്കിൽ അറിയാതെ 5-6 ഗ്ലാസ് കുടിച്ചു പോയി. അറിഞ്ഞോണ്ട് പറ്റിയതല്ല, എട്ടോളം ഇത്. അപ്പൊ നമ്മൾ താമസിക്കുന്നത് കാട്ടിനകത്ത് ഒരു റിസോർട്ടിലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഉള്ളില, ആരുമില്ല. അപ്പൊ റിസോർട്ടിന് തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ ആണെങ്കിൽ ഇവൻ എന്നെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തപ്പോ പുറകിലുള്ള ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ വീല് കുഴിയിലോട്ട് ഇറങ്ങി. അപ്പൊ അണ്ണൻ പറഞ്ഞ, അണ്ണ ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ഒരു കുട്ടി ഗിയർ ഇട്ടിട്ട് 4-wheel drive ഇട്ട് പറഞ്ഞു, അണ്ണൻ ഇനി കാലുവിട് എന്ന് പറഞ്ഞപ്പോ ആ കുഴിക്കകത്തുനിന്ന് ഈ വണ്ടി ഇങ്ങ് കേറിപ്പോരുന്നു. അബദ്ധത്തിൽ എന്റെ ഒരു അരിയമ്പുണ്ട വണ്ടിയുടെ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു കണ്ണൻ. അവൻ എന്റെ പയ്യൻ ആകർഷിതനായി പുറകെ ഇരുന്ന് എന്റെ അടുത്ത് പറഞ്ഞ്, അണ്ണ നമുക്ക് എല്ലാ സെഗ്മെന്റും വണ്ടിയുണ്ട്, BMW ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, നമുക്കൊരു ഓഫ് റോഡർ മാത്രം ഇല്ല, നമുക്കിത് മേടിക്കാന്ന് പറഞ്ഞ് എന്റെ പുറത്ത് തട്ടി. ഞാൻ ഇവൻ തന്ന ആ പാനീയത്തിന്റെ ലഹരിയിൽ രാത്രിക്ക് രാത്രി എഴുതി അഡ്വാൻസ് കൊടുത്തിട്ട് രാത്രി ബോബോയുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ ഈ വണ്ടി ഞാൻ എടുത്തമ്മ, ഇത് നിങ്ങൾക്കൊരു ബർഡൻ ആവൂല. ബോബോ പറഞ്ഞു, അണ്ണാ എനിക്കിപ്പോ ഞാൻ സ്ട്രീം ഒന്നും ചെയ്യാത്തോണ്ട് ഇപ്പൊ ഇത് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തത് പറഞ്ഞു. രാവിലെ 3-4 കാറുമായിട്ട് അതൊന്നുമല്ല എല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോ ചായ ആയിട്ട് വരുന്നു ബോബോയ്. ചായ ഒരു വലത്തെ കയ്യിൽ എനിക്ക് ചായയും ഇടത്തെ കയ്യിൽ താറിന്റെ താക്കോലും തരുമ്പോഴാണ് ഞാൻ അറിയണത് ഈ വണ്ടി ഇന്നലെ രാത്രി ഞാൻ മേടിച്ചത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. മേ ബി ചിലപ്പം എന്റെ അച്ഛനും അമ്മയും പോലും അറിയാൻ പോണത്, ഈ വണ്ടി ഞാൻ മേടിച്ചത് അറിയാൻ പോണത് ഈ സ്ട്രീമിൽ കൂടെ ആയിരിക്കും. പപ്പ എന്നോട് ക്ഷമിക്കണം, അച്ഛൻ മമ്മി എന്നോട് ക്ഷമിക്കണം. ആ വണ്ടി അങ്ങനെ രാത്രി മേടിക്കേണ്ട വന്നു. ഞാൻ മേടിച്ചിട്ട് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഇപ്പൊ ബോബോയ് അത് നമ്മുടെ പേരിലോട്ടൊക്കെ എഴുതി തന്നു കഴിഞ്ഞതിന് ശേഷം ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ രാജാവിന്റെ രാജാവിന്റെ വരവ് കേട്ടാ. ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എനിക്ക് മെനഞ്ഞാന്നൊരു കോള് വരുന്നു, അണ്ണാ ഞാൻ പുതിയ വണ്ടി എടുത്തു, അടുത്ത ദിവസമാണ് ലോഞ്ച്, അണ്ണം വരണം. 27 നാളെയാണ് ലോഞ്ച്. നാളെ കഴിഞ്ഞാണ് ബോബോയുടെ പുതിയ വണ്ടിയുടെ ലോഞ്ച്. ബോബോയുടെ പുതിയ വണ്ടി i20 N-Line ആണ്. അപ്പൊ അത് ഡെലിവറി എടുക്കാൻ നമ്മളൊക്കെ ഉമ്മാനാണ് ജീവിക്കണേ. ഇന്നാണ് വിളിച്ചു പറഞ്ഞാ മതി, ഇന്നാ വിളിച്ചു പറഞ്ഞേ. അതല്ല ബോബ് i20 ബോബ് നിനക്ക് ഫണ്ട് കൊടുത്തു എനിക്ക് കൊടുത്തു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൂവാറ്റുപുഴ ജംഗ്ഷനില് ട്രാഫിക്കിന്റെ ഒത്ത നടുക്ക് ഒരു പച്ചക്കറി കട. ഇതൊക്കെ ചുമ്മാ നീ എന്തൊക്കെ മര്യാദക്കൊക്കെ പറഞ്ഞാ പോയാ, വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. ചുമ്മാ ഇതൊന്നും പറയല്ലേ, പ്രശ്നാവേ. കടത്തിന് മേളിൽ കടം. അടുത്ത ദിവസം ചാറ്റ് വെച്ചിരുന്നായിരുന്നു പയ്യൻ. അതെ, നാളെ ഇനിയിപ്പോ ഞാൻ ബർത്ത്ഡേ സ്ട്രീം ഇടുമ്പോ ആരെയും എന്തെങ്കിലും കത്തിക്കുവോ? എന്തൊരു ഫേക്ക് പ്രൊഫൈലിലാണ് ജീവിക്കണം നീയൊക്കെ. എടാ ബോബ്, ഞാൻ പറഞ്ഞു തന്നെ, ആ മലക്കക്കടയിലുണ്ടല്ലോ 2 സ്ലോട്ട് ഉണ്ടോ? 2 ഭായിമാരെ പറഞ്ഞു. ഒന്ന് എനിക്കും പൃഥ്വിന്റെ അച്ഛനും. അപ്പൊ അണ്ണാ 27 തീയതി വരുമോ? എടാ ഞാനും ബോബോയ് അയലൊക്കെക്കാരനാ. എന്റെ വീട്ടിൽ നിന്ന് ബോബോയുടെ വീട്ടിലോട്ട് അതെ 45 അല്ല അത്രയില്ല, 30-35 മിനിറ്റ് അത്ര ഉണ്ടോ? നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ?
എവിടെ എന്റെ ലൊക്കേഷൻ പോലും അറിയാമോ നിനക്ക്? 45 ഇല്ലടാ കരിമുകള ഓ വിളിച്ച് പറ അഡ്രസ് കൂടെ പറയടാ, അഡ്രസ് കൂടെ പറ. വാസന ഇങ്ങോട്ട് കാര്യം പറയട്ടെ. അല്ല അത് പറഞ്ഞപ്പോഴേ കഴിച്ചു ഇന്നലെ എടാ ഒരു മിനിറ്റ് മന്ദാരം എന്നെ വിളിച്ച് മാറ്റത്തിന് പറയണേ. ഒരു ദിവസം 10-12 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരു സൈക്കിൾ മേടിക്കാൻ പോലും കാശില്ലാത്ത ഞാനൊന്ന്. എടാ ഇത് അവന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നതാണ്, അവൻ എടുക്കണതല്ല. നമ്മള് പാവപ്പെട്ട എനിക്കൊരു കാര്യം പറയാം. ഡിഫൻഡർ ഡിഫൻഡർ ഞാൻ പറയാം വാസവന്റെ എല്ലാ സെഗ്മെന്റ് വണ്ടികളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ക്ലാസിക് ഒരു 2 വീലർ ഇല്ല. അപ്പാപ്പ 2 വീലറിലോട്ട് ഞാൻ ഇല്ല അപ്പാപ്പ ഇനി. അപ്പൊ അപ്പാപ്പൻ RX വെക്കാനുണ്ട് കേട്ടാ. അപ്പാപ്പന്റെ അയ്യോ എനിക്ക് വേണ്ട 2 വീലർ പേടി അപ്പാപ്പ ഇനി മടുത്തു. എന്തൊക്കെ പറഞ്ഞാലും അളിയ ആ വണ്ടി ഓടിച്ച സമയം ഉണ്ടല്ലോ അതൊരു ഇതായിരുന്നു. ആ ബൈക്കിലൊക്കെ പറഞ്ഞ അതൊരു വല്ലാത്തൊരു ചന്തമായിരുന്നല്ലേ അത്. സെഡാൻ ഉണ്ടായിക്കോടാ എന്റെ BMW പിന്നെ സെഡാനല്ലേ. എടാ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഉറക്കമായിരുന്നു, എന്റെ വൈഫ് പറഞ്ഞു കുറച്ച് പിള്ളേരെ സെറ്റ് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ എന്തോ പഠിക്കുന്ന പിള്ളേരാട്ടോ. ഇതുവഴി സൈക്കിൾ എന്തോ ചവിട്ടി പൊക്കോട്ടിരുന്ന സമയത്ത് അവന്മാർ എന്നെ കണ്ട്. കഴിഞ്ഞ ദിവസം അവന്മാർ വന്നിട്ട് അവളുടെ അടുത്ത് ഈഗിളുണ്ടോ, അവള് ഉറങ്ങുക, എപ്പോ എണീക്കും, അതായത് കുറച്ച് സമയം എടുക്കും, എത്ര നേരം നിൽക്കേണ്ടി വരും, കുറച്ച് നേരം എടുക്കും, ഇപ്പൊ പുള്ളി ലേറ്റായിട്ടാ കിടന്നേ, ആ എണ്ണിക്കുമ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആരാന്ന് അറിഞ്ഞൂടാ, അവന്റെ പേര് പോലും പറയാതെ അവൻ പോയത് കേട്ടാ. അവള് വന്നപ്പോ എടുത്ത് പറഞ്ഞു കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, വീടൊക്കെ കണ്ടുപിടിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഞാൻ ലൊക്കേഷൻ പറയണമെന്ന് പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ മറ്റേ ക്ലോസ്ഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒക്കെയാ. എന്നെ പറഞ്ഞു വിടൂടാ, വേറൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ വീടൊക്കെ ആയിരുന്നേ നിങ്ങളെയൊക്കെ കൊണ്ടുവരായിരുന്നു. ഇതങ്ങനെയല്ല, മറ്റേ ഒരുപാട് ആൾക്കാർ മറ്റേ ഫാമിലിയൊക്കെ താമസിക്കുന്നവരാ. മിക്കവാറും എന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടും. ഈ രാത്രിയിലത്തെ അട്ടഹാസൊക്കെ തുടങ്ങിയിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഉടനെ പറഞ്ഞു വിടുമെന്നാണ് തോന്നുന്നു. നോക്കാം. എടാ അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റ്